വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ആണ്. അതിലാദ്യം തന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത് നികുതികളാണ്. ഇപ്പൊ ടാക്സിനെ കുറിച്ച് നമ്മളോട് ചോദിക്കാറുണ്ട്. ചില ടാക്സുകൾ തന്നിട്ട് ആ ടാക്സ് ആരാ പിരിക്കണേന്നൊക്കെ ചോദിക്കാറുണ്ട് ഇല്ലേ? അപ്പൊ അത്തരം ചില കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് ആയാലും, അതായത് സെൻട്രൽ ഗവൺമെന്റ് ആയാലും, അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റ് ആയാലും, രണ്ട് ഗവൺമെന്റുകളുടെയും പ്രധാനപ്പെട്ട വരുമാന മാർഗം എന്ന് പറയുന്നത് ഏതാണ്? നികുതിയാണ്. സെൻട്രൽ ഗവൺമെന്റിന്റെയും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും പ്രധാനപ്പെട്ട വരുമാന മാർഗം ഏതാണ്? നമ്മുടെ നികുതിയാണ് കേട്ടോ. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് ഈ നികുതി ഉപയോഗിക്കുന്നത് എന്നും കൂടി ഓർത്തു വെക്കാം. അതായത് നമ്മുടെ രാജ്യത്ത് ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്താനും അതുപോലെ തന്നെ വികസന പ്രവർത്തനങ്ങൾ നടത്താനുമാണ് എന്ത് ഉപയോഗിക്കുന്നത്? ഈ നികുതിയായിട്ട് ലഭിക്കുന്ന തുക ഉപയോഗിക്കുന്നത് എന്ന് ഓർത്തു വെക്കുക. അങ്ങനെയൊക്കെ സ്റ്റേറ്റ്മെന്റിൽ ചോദിച്ചാലോ? ഇനി കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അഥവാ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഓർഗനൈസേഷൻ അല്ലെ, അവരും എന്ത് പിരിക്കാറുണ്ട്? നികുതി പിരിക്കാറുണ്ട്. അപ്പൊ മൂന്ന് തരത്തിലുള്ള രീതിയിൽ, അതായത് സെൻട്രൽ ഗവൺമെന്റ് നികുതി പിരിക്കും, സ്റ്റേറ്റ് ഗവൺമെന്റ് നികുതി പിരിക്കും, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും നികുതി പിരിക്കും എന്ന് ഓർത്തു വെക്കണം അല്ലെ. ഇനി ഇപ്പൊ മാത്രല്ല, പണ്ട് കാലത്ത് തൊട്ടേ എന്തുണ്ടായിരുന്നു? നികുതി ഉണ്ടായിരുന്നു. അപ്പോ പണ്ട് കാലത്ത്, പ്രാചീന കാലത്ത് ഇറക്കുമതി ചെയ്തിരുന്ന സാധനങ്ങൾക്ക് മേല്, അതായത് ഇമ്പോർട്ട് ചെയ്തിരുന്ന സാധനങ്ങൾക്ക് മേല് ചുമത്തിയിരുന്ന നികുതിയെ നമ്മൾ വിളിച്ചിരുന്നത് വർത്തനം എന്ന പേരിലാണ്. എന്താണ്? വർത്തനം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. പ്രാചീന കാലത്ത് യാത്രയൊക്കെ നടത്തില്ലേ തീർത്ഥാടകര്? അപ്പൊ യാത്രയൊക്കെ നടത്തുന്ന തീർത്ഥാടകരുടെ മേല് ചുമത്തിയിരുന്ന നികുതിയെ യാത്രാ വേതന നികുതി എന്നാണ് വിളിച്ചിരുന്നത്. എന്താണ്? യാത്രാ വേതന നികുതി എന്നാണ് അതിനെ വിളിച്ചിരുന്നത് കേട്ടോ. ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് നികുതികളെ രണ്ടായിട്ട് തിരിക്കാം. എങ്ങനെ തിരിക്കാം? ഡയറക്റ്റ് ടാക്സ് കേട്ടോ, ഡയറക്റ്റ് ടാക്സ്, അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് ടാക്സ്, അതായത് പ്രത്യക്ഷ നികുതി അല്ലെങ്കിൽ പരോക്ഷ നികുതി. അങ്ങനെ രണ്ടായിട്ട് തിരിക്കാം. അപ്പോ നികുതി ചുമത്തുന്ന ആള് നേരിട്ട് നൽകുന്ന നികുതിയാണെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? പ്രത്യക്ഷ നികുതി എന്ന് വിളിക്കും. നേരിട്ട് കൊടുക്കാണ്. അപ്പൊ അതിൽ ഏതൊക്കെയാ പെടാ? ഡയറക്റ്റ് ടാക്സിലെ ആദായ നികുതി പെടും, അതുപോലെ തന്നെ നമ്മൾ കെട്ടിട നികുതി പെടും, അതുപോലെ തന്നെ വാഹന നികുതി പെടും, അതുപോലെ തന്നെ ഭൂനികുതി പെടും, അതുപോലെ തന്നെ എന്താണ്? കോർപ്പറേറ്റ് നികുതി പെടും. കോർപ്പറേറ്റ് നികുതി ഇതൊക്കെ എന്താണ്? ഡയറക്റ്റ് ടാക്സ് ആണ്. ഇനി നമ്മൾ നേരിട്ടല്ലാതെ കൊടുക്കുന്ന നികുതി, അതായത് ഒരാളുടെ മേൽ ചുമത്തുന്ന നികുതി പൂർണ്ണമായോ ഭാഗികമായോ മറ്റൊരാൾ നൽകേണ്ടി വരുന്ന നികുതിയെയാണ് നമ്മൾ പരോക്ഷ നികുതി എന്ന് പറയുന്നത്. ആ പരോക്ഷ നികുതിക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? ഒന്ന്, വിനോദ നികുതിയാണ്, അതുപോലെ തന്നെ വിൽപ്പന നികുതിയാണ്. വിനോദ നികുതി, വിൽപ്പന നികുതി, എക്സൈസ് ടാക്സ്. എന്താണ്? എക്സൈസ് ടാക്സ്, അതുപോലെ തന്നെ സേവന നികുതി തുടങ്ങിയവ ഏതിൽ പെടും? ഇൻഡയറക്റ്റ് ടാക്സിൽ പെടുന്നവയാണ്. ഇനി അടുത്തത് എന്താ നമുക്ക് പഠിക്കേണ്ടത്? അതായത് നമ്മുടെ രാജ്യത്തിനകത്ത്, നമ്മുടെ ഇന്ത്യയില്, നമ്മുടെ സ്വന്തം രാജ്യത്തിനകത്ത് നമ്മുടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടല്ലോ, പ്രൊഡക്ഷൻ നടക്കുന്നുണ്ടല്ലോ, രാജ്യത്ത് പ്രൊഡക്ഷൻ നടക്കുന്നുണ്ടല്ലോ. ആ പ്രൊഡക്ഷൻ നടക്കുന്ന വസ്തുക്കളിലെ മേല്, നമ്മുടെ പ്രൊഡക്ഷൻ നടക്കുന്ന വസ്തുക്കൾ, ആ പ്രോഡക്റ്റുകളുടെ മേലില് ചുമത്തുന്ന നികുതിയെ നമ്മൾ എന്ത് വിളിക്കുന്നു? രാജ്യത്തിനകത്ത് ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കളുടെ മേൽ ചുമത്തുന്ന നികുതിയെ നമ്മൾ എന്ത് വിളിക്കുന്നു? എക്സൈസ് തീരുവ എന്ന് വിളിക്കുന്നു. എന്താ വിളിക്കണേ മക്കളെ? എക്സൈസ് തീരുവ. എന്താണ്? എക്സൈസ് തീരുവ എന്ന് വിളിക്കുന്നു. അതായത് എക്സൈസ് ടാക്സ് എന്ന് വിളിക്കുന്നു കേട്ടോ. ഇനി അടുത്തത് സെൻട്രൽ ഗവൺമെന്റിന്റെ, നമ്മളോട് എപ്പോഴും ചോദിക്കാറുള്ളതാണ്, സെൻട്രൽ ഗവൺമെന്റിന്റെ പ്രധാന വരുമാന മാർഗം ഏത് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം കോർപ്പറേറ്റ് ടാക്സ് ആണ്. എന്താണ്? കോർപ്പറേറ്റ് ടാക്സ് ആണ് എന്ന് പറയണം. ഈ എക്സൈസ് തീരുവ പോലെ തന്നെ കസ്റ്റംസ് തീരുവ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. അതായത് നമ്മൾ ഇറക്കുമതി ചെയ്യണ്ടല്ലോ, ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കളുടെ മേലും അതുപോലെ തന്നെ കയറ്റുമതി ചെയ്യുന്ന വസ്തുക്കളുടെ മേലും ചുമത്തുന്ന നികുതിയെ നമ്മൾ വിളിക്കുന്നത് എന്താണ്?
കസ്റ്റംസ് ഡ്യൂട്ടി എന്നാണ്. എന്താ വിളിക്കുക? കസ്റ്റംസ് ഡ്യൂട്ടി അഥവാ കസ്റ്റംസ് തീരുവ എന്ന് വിളിക്കുന്നു. ഇനി കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രധാന വരുമാന മാർഗം കോർപ്പറേറ്റ് ടാക്സ് ആണെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പ്രധാന വരുമാന മാർഗം ഏതാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ മുമ്പ് നമ്മൾ പറയാറ് സെയിൽസ്, സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ സെയിൽസ് ടാക്സ് എന്നാണ് പറയാറ്. പക്ഷെ ഇപ്പോ അതല്ല നിങ്ങൾ പറയേണ്ടത്. എന്ത് പറയണം? സ്റ്റേറ്റ് GST എന്നാണ് പറയേണ്ടത്. അപ്പോ GST വന്നതിന് ശേഷം സ്റ്റേറ്റ് GST ആണ് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട വരുമാന മാർഗം എന്ന് ഓർത്തു വയ്ക്കാം കേട്ടോ. ഇനി അടുത്തത് നമ്മൾ കെട്ടിട നികുതി എന്ന് പറയുന്ന സാധനം അടയ്ക്കണ്ടല്ലേ? കെട്ടിട നികുതി. ആ കെട്ടിട നികുതി എന്താണ്? ഇതിന്റെ പ്രത്യേകത പഞ്ചായത്തുകളുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗം എന്ന് പറയുന്നത് എന്താണ്? കെട്ടിട നികുതി. ചിലപ്പോൾ കെട്ടിട നികുതിക്ക് പകരം നമ്മൾ വസ്തു നികുതി എന്നും കാണാറുണ്ട്. അപ്പൊ വസ്തു നികുതി അല്ലെങ്കിൽ കെട്ടിട നികുതി എന്ന് പറയുന്നത് എന്താണ്? പഞ്ചായത്തുകളുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗമാണ്. ഇനി നമ്മൾ സെൻട്രൽ ഗവൺമെന്റും അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റും അതുപോലെ തന്നെ എന്താണ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഓർഗനൈസേഷൻസും പിരിക്കുന്ന പ്രധാനപ്പെട്ട നികുതികൾ നമുക്ക് പഠിക്കാം. അപ്പൊ സെൻട്രൽ ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട വരുമാന മാർഗം കോർപ്പറേറ്റ് ടാക്സ് ആണ് നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ കോർപ്പറേറ്റ് നികുതി കേന്ദ്ര സർക്കാർ ചുമത്തുന്നു. ഇനി അതുപോലെ തന്നെ ആദായ നികുതി അഥവാ ഇൻകം ടാക്സ് ചുമത്തുന്നു. അതുപോലെ തന്നെ സെൻട്രൽ GST ഇത്രയും കാര്യമാണ്. ഇനി അടുത്തത് ഇവിടെ സെൻട്രൽ GST ആണെങ്കിൽ ഇവിടെ എന്ത് വരും? സ്റ്റേറ്റ് ഗവൺമെന്റിലെ സ്റ്റേറ്റ് GST വരും. പിന്നെ ഭൂനികുതി വരും. അതുപോലെ തന്നെ വിൽപ്പന നികുതി വരും. അതുപോലെ തന്നെ രജിസ്ട്രേഷൻ നികുതി വരും, രജിസ്ട്രേഷൻ ടാക്സ്. അതുപോലെ തന്നെ ഒരെണ്ണം കൂടിയും വരും. അതെന്താണ്? വാഹന നികുതിയാണ്. ഇനി അടുത്തത് ഇവിടുത്തെ ലോക്കൽ സെൽഫ് ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ടത് കെട്ടിട നികുതിയാണെന്ന് നമ്മൾ പഠിച്ചു. പിന്നെ അവര് പരസ്യ നികുതി ഈടാക്കാറുണ്ട്, വിനോദ നികുതി ഈടാക്കാറുണ്ട്, അതുപോലെ തന്നെ തൊഴിൽ നികുതികളും ഈടാക്കാറുണ്ട്. എന്താണ്? തൊഴിൽ നികുതി. അപ്പൊ ഇത്രയും കാര്യമാണ് നികുതി എന്ന് പറയുന്ന ടോപ്പിക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഈ കാര്യം ക്ലിയർ ആയി എന്ന് വിചാരിക്കണു അല്ലെ? ഇനി അടുത്ത ടോപ്പിക്ക് നമ്മൾ പഠിക്കണത് നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഏറ്റവും പ്രായം കുറഞ്ഞ രാഷ്ട്രപതി, ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രാഷ്ട്രപതി അഥവാ പ്രസിഡന്റ് ആരാണ്? ആരാണ് നമ്മുടെ പ്രായം കുറഞ്ഞ രാഷ്ട്രപതി? ദ്രൗപതി മുർമു. ആരാണ്? ദ്രൗപതി മുർമു അല്ലെ? ദ്രൗപതി മുർമു ആണ്. ഇവർ എന്നാണ് അധികാരത്തിൽ വന്നത്? 2022 ജൂലൈ മാസം 25-ാം തീയതിയാണ്. രാഷ്ട്രപതിയാകുന്ന ഇന്ത്യയുടെ 15-ാമത്തെ വ്യക്തിയാണ് ദ്രൗപതി മുർമു. രാഷ്ട്രപതിയാകുന്ന 15-ാമത്തെ വ്യക്തിയാണ് ഇവരേട്ടോ. രാഷ്ട്രപതിയാകുന്ന ആദ്യത്തെ ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള വ്യക്തിയാണ്. രാഷ്ട്രപതിയാകുന്ന ആദ്യത്തെ ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള വ്യക്തിയാണ്. ഇനി അടുത്തത് രാഷ്ട്രപതിയാകുന്ന രണ്ടാമത്തെ വനിതയാണ്. രണ്ടാമത്തെ വനിതയാണ്. ആദ്യത്തെ വനിത നമുക്കറിയാം പ്രതിഭ പാട്ടീലാണ്. പ്രതിഭ പാട്ടീലിന് ശേഷം ഇന്ത്യൻ രാഷ്ട്രപതിയാകുന്ന വനിതയാണ് ആര്? നമ്മുടെ ദ്രൗപതി മുർമു. സ്വതന്ത്ര ഇന്ത്യയിൽ ജനിച്ച ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതിയാണ്. സ്വതന്ത്ര ഇന്ത്യയിൽ ജനിച്ച ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതിയാണ് ദ്രൗപതി മുർമു. ഇവർ ജാർഖണ്ഡിലെ ആദ്യത്തെ വനിതാ ഗവർണറാണ്. ജാർഖണ്ഡിലെ ആദ്യ വനിതാ ഗവർണറാണ് ആര്? ദ്രൗപതി മുർമു. ജാർഖണ്ഡിലെ ആദ്യത്തെ വനിതാ ഗവർണറാണ്. കാലാവധി പൂർത്തിയാക്കിയ ആദ്യത്തെ ജാർഖണ്ഡ് ഗവർണർ കൂടിയാണ് ഇവര്. കാലാവധി പൂർത്തിയാക്കിയ ആദ്യത്തെ ജാർഖണ്ഡ് ഗവർണറാണ് ആര്? ദ്രൗപതി മുർമു എന്ന് പറയാം ട്ടോ. ഇനി അടുത്തത് എന്താ പറയുന്നത്? ഇവരുടെ മറ്റ് പ്രത്യേകതകൾ. സ്വതന്ത്ര ഇന്ത്യയിൽ ജനിച്ചതാന്ന് പറഞ്ഞു അല്ലെ? ഈ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ഇവരുടെ എതിർ സ്ഥാനാർത്ഥിയായിട്ട് ആരാ ഉണ്ടായിരുന്നതെന്ന് നമ്മൾക്ക് വേണമെങ്കിൽ ചോദിക്കാം. യശ്വന്ത് സിൻഹയാണ്.
ആരാണ്? യശ്വന്ത് സിൻഹയാണ് ഇവരുടെ എതിർ സ്ഥാനാർത്ഥിയായിട്ട് ഉണ്ടായിരുന്നേ എന്ന് മനസ്സിലാക്കുക. ക്ലിയർ ആയല്ലോ? ജാർഖണ്ഡിന്റെ ഗവർണർ ആയതിനു ശേഷം ഇന്ത്യയിലെ പ്രസിഡന്റായി. ജാർഖണ്ഡിലെ ആദ്യത്തെ വനിതാ ഗവർണറാണ്. ജാർഖണ്ഡിൽ കാലാവധി പൂർത്തിയാക്കിയ ആദ്യത്തെ ഗവർണറാണ് അല്ലെ. ഇനി അടുത്തത്, ഇവർക്ക് വാചകം ചൊല്ലിക്കൊടുത്തത് ആരാണെന്ന് അറിയാമോ? ജസ്റ്റിസ് വി എൻ രമണ. ജസ്റ്റിസ് വി എൻ രമണയാണ്. ജസ്റ്റിസ് വി എൻ രമണയാണ് കേട്ടോ. ഇനി അടുത്തത് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നിർത്താം. ആർട്ടിക്കിൾ 52 എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? രാഷ്ട്രപതിയെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഇനി വേണമെങ്കിൽ അവര് എവിടെയാണ് ജനിച്ചേ എന്ന് ഓർത്തു വെച്ചോളൂ. ഒഡീഷക്കാരിയാണ്, ഒഡീഷയിലാണ്. 1958 ജൂൺ മാസം 20 അവരുടെ ജനനം. എവിടെയാണ് ജനിച്ചത്? ജനിച്ച സ്ഥലം ബൈദാപോസി എന്ന് പറയുന്ന ഗ്രാമത്തിലാണ്. അപ്പൊ ഒഡീഷയിലെ ബൈദാപോസി എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് ഇന്ത്യയുടെ രാഷ്ട്രപതിയാകുന്ന 15ാമത്തെ വ്യക്തിയായ ദ്രൗപദി മുർമു ജനിച്ചത്. ക്ലിയർ ആയില്ലേ? ഇവരെ കുറിച്ചിട്ടുള്ള ചോദ്യം പരീക്ഷയ്ക്ക് കണ്ടതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ചോദ്യം ഇടാനുള്ള കാരണം. ഇങ്ങനെ ജാർഖണ്ഡിലെ ഗവർണർ ആയിരുന്നു എന്നൊക്കെ നമ്മളോട് ചോദിച്ചു കണ്ടു. ഇനി അടുത്തത് നമ്മളോട് എപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് ബ്ലാക്ക് സോയിൽ അല്ലെ, അതായത് കറുത്ത മണ്ണ്. നമ്മുടെ പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏത് എന്ന് പറഞ്ഞിട്ട് എപ്പോഴും ചോദിക്കാറുണ്ട്. അതായത് ഡക്കാൻ, അതുപോലെ തന്നെ മാൾവ പീഠഭൂമി, ഡക്കാൻ മാൾവ പീഠഭൂമി പ്രദേശങ്ങളിലെ, ഡക്കാൻ മാൾവ പീഠഭൂമി പ്രദേശങ്ങളിലെ പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനെയാണ് നമ്മൾ കറുത്ത മണ്ണ് അല്ലെങ്കിൽ ബ്ലാക്ക് സോയിൽ എന്ന് വിളിക്കുന്നത്. ഈ മണ്ണിന് വേറെയും പേരുകളുണ്ട്. ഈ മണ്ണിനെ നമ്മൾ റിഗർ മണ്ണ് എന്ന് വിളിക്കുന്നു. റിഗർ മണ്ണ് എന്ന് വിളിക്കുന്നു. പിന്നെ ബ്ലാക്ക് കോട്ടൺ സോയിൽ എന്ന് വിളിക്കുന്നു. ബ്ലാക്ക് കോട്ടൺ സോയിൽ എന്ന് വിളിക്കുന്നു. അടുത്തത് എന്താ വിളിക്കണേ അറിയോ നിങ്ങൾക്ക്? ചെർണോസം എന്ന് വിളിക്കുന്നു. ഇതൊക്കെ പരുത്തി മണ്ണിന്റെ, കറുത്ത മണ്ണിന്റെ പ്രത്യേകതകളാണ് കേട്ടോ. കറുത്ത മണ്ണ് രൂപം കൊള്ളുന്നത് എവിടെ നിന്നാണ്? ബസാൾട്ട് ശിലകളിൽ നിന്നാണ്. ബസാൾട്ട് ശിലയിൽ നിന്നാണ് എന്ത് രൂപം കൊള്ളുന്നത്? കറുത്ത മണ്ണ് രൂപം കൊള്ളുന്നത് എന്ന് ഓർത്തു വെക്കാം കേട്ടോ. ഇനി ഇതിന് ജലസംഭരണ ശേഷി വളരെയധികം കൂടുതലാണ്. അപ്പൊ ജലസംഭരണ ശേഷി വളരെയധികം കൂടുതലാണ് കേട്ടോ. ഇനി അടുത്തത് എവിടെയൊക്കെയാണ്? മഹാരാഷ്ട്ര, അതുപോലെ തന്നെ മധ്യപ്രദേശ്, അതുപോലെ തന്നെ ഗുജറാത്ത്, അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശ്, അതുപോലെ തന്നെ തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളുടെ ചില ഭാഗങ്ങളിൽ ഈ മണ്ണ് ധാരാളമായി കാണപ്പെടുന്നു. കേരളത്തിൽ പരുത്തി കൃഷി എവിടെയാണ് കാണപ്പെടുന്നത്? പാലക്കാട് ജില്ലയിലാണ്. പാലക്കാട് ജില്ലയിൽ എവിടെയാണ് കാണപ്പെടുന്നത്? ചിറ്റൂർ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് കേരളത്തിൽ എന്ത് കാണപ്പെടുന്നത്? ഈ കറുത്ത മണ്ണ് കാണപ്പെടുന്നത്. കൃഷ്ണ, ഗോദാവരി എന്നീ നദികളുടെ കൃഷ്ണ, അതുപോലെ തന്നെ എന്താണ് ഗോദാവരി എന്നീ നദികളുടെ ഉയർന്ന ഭാഗങ്ങൾ, അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ഡെക്കാൻ പീഠഭൂമി അല്ലെ, അവിടങ്ങളിലൊക്കെയാണ് കൂടുതലും എന്ത് കാണപ്പെടുന്നത്? ഈ കറുത്ത മണ്ണ് കാണപ്പെടുന്നത്. കറുത്ത മണ്ണിൽ കൃഷി ചെയ്യുന്ന പ്രധാനപ്പെട്ടത് കൃഷി എന്തൊക്കെയാണ്? പരുത്തി, അതുപോലെ തന്നെ നിലക്കടല, അതുപോലെ തന്നെ ഗോതമ്പ്, അതുപോലെ തന്നെ കരിമ്പ്. നെക്സ്റ്റ് വൺ ജോവർ. എന്താണ് ജോവർ? ഇതൊക്കെയാണ് പ്രധാനമായും എവിടെ കൃഷി ചെയ്യുന്നത്? കറുത്ത മണ്ണിൽ കൃഷി ചെയ്യുന്നത് എന്ന് ഓർത്തു വെക്കണം. ഇത്രയും കാര്യം ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന വ്യക്തിയാണ് ഡോക്ടർ എം.എസ്. സ്വാമിനാഥൻ. എം.എസ്. സ്വാമിനാഥൻ. എന്താണ് ഇദ്ദേഹത്തിന്റെ പ്രത്യേകത? ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ എം.എസ്. സ്വാമിനാഥനാണ്. ഈ അടുത്ത കാലത്ത് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് എപ്പോഴും ചോദിക്കാറുള്ളത് ഇദ്ദേഹത്തിന്റെ മരണമാണ്. 2023 സെപ്റ്റംബർ മാസം 28 ചെന്നൈയിൽ വെച്ചാണ് ആര് അന്തരിക്കുന്നത്? എം.എസ്. സ്വാമിനാഥൻ അന്തരിക്കുന്നത്. അദ്ദേഹം 1925 ഓഗസ്റ്റ് മാസം 7 തമിഴ്നാട് കുംഭകോണം എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിക്കുന്നത്. തമിഴ്നാട് കുംഭകോണം. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവാണ്. ഇദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്ക്
മനസ്സിലാക്കേണ്ടത് 1987 കാർഷിക രംഗത്തെ നോബൽ പ്രൈസ് എന്ന് വിശേഷിപ്പിക്കുന്ന വേൾഡ് ഫുഡ് പ്രൈസ്. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. കാർഷിക രംഗത്തെ എന്താണ്? കാർഷിക രംഗത്തെ നോബലാണ്. കാർഷിക രംഗത്തെ എന്താണ് നോബൽ പ്രൈസ് എന്നറിയപ്പെടുന്നത്? ഏതാണ്? വേൾഡ് ഫുഡ് പ്രൈസ് ആണ്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് എന്ത് ലഭിച്ചിട്ടുണ്ട്? മാക്സസെ അവാർഡ് ലഭിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. ഇനി അതുപോലെ ഹരിത വിപ്ലവത്തിന് നേതൃത്വപരമായ പങ്ക് വഹിച്ചത് കൊണ്ട് തന്നെ രാജ്യം അദ്ദേഹത്തിന് എന്തു കൊടുത്തു? പത്മശ്രീ, അതുപോലെ തന്നെ പത്മഭൂഷൺ, അതുപോലെ തന്നെ ഭാരതരത്ന എന്നിവ ആർക്ക് സമ്മാനിക്കുകയുണ്ടായി? നമ്മുടെ MS സ്വാമിനാഥന് സമ്മാനിക്കുകയുണ്ടായിട്ടോ. ഇനി അടുത്തത് ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് താലൂക്കിൽ പുളിങ്കുന്ന മാങ്കോം എന്ന സ്ഥലത്താണ് അദ്ദേഹത്തിന്റെ എന്ത് പറയുന്നത് ശരിക്കും തറവാട് കാണപ്പെടുന്നത്. ആലപ്പുഴ ജില്ലയിലാണ്. ഈ കുട്ടനാടിന്റെ കാർഷിക സമൃദ്ധിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് കുട്ടനാട് പാക്കേജ് എന്ന് പറയുന്ന സംഭവമുണ്ട്. കുട്ടനാട് പാക്കേജ് അത് ആരുടെ സംഭാവനയാണ്? കുട്ടനാട് പാക്കേജ് MS സ്വാമിനാഥന്റെ സംഭാവനയാണ്. ആലപ്പുഴ ജില്ലയിലെ കുട്ടനാടാണല്ലോ പുളിങ്കുന്ന്, അത് മാങ്കൊമ്പ് എന്ന സ്ഥലത്താണല്ലോ അദ്ദേഹം ജനിച്ചേക്കണേ. അപ്പൊ ജനിച്ചേക്കല്ല, അദ്ദേഹത്തിന്റെ തറവാടാണ്. ജനിച്ചത് കുംഭകോണത്താണെന്ന് നമ്മൾ പറഞ്ഞു, തമിഴ്നാട്ടിൽ അല്ലെ. അപ്പൊ ഇത്രയാണ്. ഇതൊക്കെ പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ള ചോദ്യങ്ങൾ ടീച്ചർ സെലക്ട് ചെയ്തിട്ട് എടുത്തിട്ട് നിങ്ങളോട് പറഞ്ഞതാണ്. ഒന്നും തന്നെ വിടാണ്ട് പഠിക്കുക. നമുക്കറിയാം അധികം ദിവസങ്ങളില്ല. ഇന്ന് 9-ാം തീയതി. ഇനി 8 ദിവസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് കഴിയും? 18ആയി. അപ്പൊ പിന്നെ നമുക്ക് അടുത്ത 18-ാം തീയതി നമ്മുടെ എക്സാം അല്ലെ. അപ്പൊ 1 മാസവും 8 ദിവസമേ ഉള്ളൂ നമ്മുടെ മുന്നില്. ആ ഒരു ഗൗരവം നിങ്ങൾക്ക് വേണം. അത് വിചാരിച്ച് ടെൻഷൻ അടിക്കേണ്ട. ടെൻഷൻ അടിച്ച് പഠിച്ചാൽ നമുക്ക് ഒന്നും കിട്ടില്ല. അപ്പൊ ടെൻഷൻ അടിച്ചാൽ ഉള്ളതും കൂടി ഇല്ലാണ്ടാവുകയുള്ളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഓർത്ത് വെച്ചിട്ട് ഭംഗിയായിട്ട് പഠിക്കുക. അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.